ഷുഗർ പേഷ്യൻസിന് ചോക്ലേറ്റും ഐസ്ക്രീമും കേക്കും മറ്റും കഴിക്കാമെന്നോ? ഇത് വെറുതെ പറയുന്നതല്ല, ഇത് സാധ്യമാണ്. എങ്ങനെയെന്നല്ലേ? ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ട്യൂഷൻ ഗുരുജി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ആദ്യം നമുക്ക് ചോക്ലേറ്റുകളെ പറ്റി പറയാം. മാർക്കറ്റിൽ പലതരം ചോക്ലേറ്റുകൾ അവൈലബിൾ ആണ്. നമ്മളിവിടെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റുകളെ പറ്റിയാണ്. ഡാർക്ക് ചോക്ലേറ്റിൽ 70-90% കൊക്കോ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഫ്ലവനോൾസും ഒക്കെ ഉണ്ട്. ഇത് ഒരു 30 to 60 grams per day കഴിക്കാവുന്നതാണ്. കൊക്കോയ്ക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻഫ്ലമേഷനും കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇത് ഒരു ഷുഗർ ലെവൽ ഒരു 15 to 20 യൂണിറ്റ് വരെ താഴ്ത്തുകയും ചെയ്യും. മാത്രമല്ല ഇത് ഹാർട്ടിനും വളരെ നല്ലതാണ്. കൊക്കോ പൗഡറിൻ്റെ ഗുണഗണങ്ങൾ ഈ ടേബിൾ കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. അതിൽ ധാരാളം ഫ്ലവനോൾസ് ഉണ്ട്. അത് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് അത് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അങ്ങനെ പലതരം ഈ പറഞ്ഞ ഉപയോഗങ്ങളുണ്ട്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉണ്ട്, കാർഡിയോ വാസ്കുലർ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. ഈ പറയുന്ന ധാരാളം റിസർച്ച് പേപ്പറുകൾ കൊക്കോ പൗഡറിനെ പറ്റിയുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന. ധാരാളം കൊക്കോ ഉള്ളതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമും അതുപോലെ ചോക്ലേറ്റ് കേക്കുകളും ഈ പറയുന്ന കൊക്കോയുടെ പ്രയോജനങ്ങൾ നമുക്ക് തരുന്നതാണ്. ഈ കൊക്കോ പൗഡർ ഫ്ലവനോൾ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ഷുഗർ സ്പൈക്സ് ഉണ്ടാവാതെ നോക്കുന്നു. ഷുഗർ ലെവല് വളരെയധികം കൂടുന്നില്ല ഇത് കഴിക്കുന്നത് കൊണ്ട്. മിതമായ അളവിൽ ചോക്ലേറ്റ് ഐസ്ക്രീമോ ഡാർക്ക് ചോക്ലേറ്റോ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കുകളോ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഷുഗർ വളരെയധികം കൂടുന്നില്ല. അത് മാത്രമല്ല അത് ചെറുതായിട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ തടയുന്നതിനുള്ള കഴിവ് കൊക്കോ പൗഡറിനുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 നേരം ആഹാരത്തിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ പാലിലോ വെള്ളത്തിലോ കലക്കി കഴിക്കാവുന്നതാണ്. ഇത് നോക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒരു 30-40 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആഹാരത്തിനൊപ്പം തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ ആഹാരത്തിന് തൊട്ട് ശേഷം കഴിക്കണം. എന്നാൽ മാത്രമേ ഇതിന് പ്രയോജനം ലഭിക്കൂ. കൊക്കോ പൗഡർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. അത് നിങ്ങൾ നല്ല ബ്രാൻഡുള്ളത് നോക്കിയെടുക്കണം. 2, ഷുഗർ ഫ്രീ ആയിരിക്കണം. 3, റിച്ച് ഇൻ ഫ്ലവനോൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകൾ നോക്കിയെടുത്ത് ആ ബ്രാൻഡ് ഉള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്താൽ തീർച്ചയായും ഫലം കാണും. കൂടാതെ രാവിലെ 1-2 നെല്ലിക്കയുടെ ജ്യൂസ് വെറും വയറ്റിൽ കഴിക്കുന്നതുകൊണ്ട് ഷുഗർ കുറയുന്നതായി കാണാം. കൊക്കോയുടെയും നെല്ലിക്കയുടെയും ഈ ബ്ലഡ് ഷുഗർ ലോവറിങ് പ്രോപ്പർട്ടീസിനെ പറ്റി ധാരാളം റിസർച്ച് പേപ്പർ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ സ്വയം വായിച്ച് തീരുമാനമെടുക്കാവുന്നതാണ്. നെല്ലിക്കയുടെ ചില പ്രോപ്പർട്ടികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫ്രീ റാഡിക്കൽസും ഒക്കെ ഉണ്ട്. ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് പ്രോപ്പർട്ടീസിനുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ്. ഇത് ഷുഗർ ലെവല് താഴ്ത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻസ് ഒന്നും കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് പ്രയോജനമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി നിങ്ങൾക്ക് മെഡിക്കേഷനിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തുകയോ ഡോസേജ് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കഴിവതും രാത്രിയിൽ റൈസ് കൊണ്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കൂടി കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൊക്കോ പൗഡറും ഈ നെല്ലിക്ക ജ്യൂസും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു 20 to 30 യൂണിറ്റ്സ് നിങ്ങൾക്ക് ഷുഗർ ലോവർ ചെയ്യാൻ പറ്റും. നിങ്ങളെ നോർമൽ കാണിക്കുന്ന ഷുഗർ ലെവലിൽ നിന്നും 20 to 30 യൂണിറ്റ്സ് നിങ്ങൾക്ക്
കുറയ്ക്കാൻ പറ്റും. നിങ്ങളൊരു പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് കൂടാതെ വളരെയധികം കാലം നിങ്ങൾക്ക് ഷുഗർ ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിലേ ചെയ്യാൻ പറ്റും. എന്തിലും മിതത്വം നമുക്ക് വേണം. ചോക്ലേറ്റ് കേക്കും ഐസ്ക്രീമും എല്ലാം നമുക്ക് കഴിക്കാം. പക്ഷെ കഴിക്കുന്നത് വളരെ ചെറിയ അളവിൽ നമ്മൾ ഈ പറഞ്ഞ് ഉപയോഗിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ഗുരുജി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.